CMA USA ക്വാളിഫൈ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന സാലറി എത്രത്തോളമാണ്? പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സസ് ചെയ്യുന്ന മിക്ക വിദ്യാർത്ഥികളുടെയും ഒരു റിസർച്ച് ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. CMA USA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ത്യയിൽ എന്തെല്ലാം തരത്തിലുള്ള ജോലികളാണ് ലഭിക്കുക? CMA USA കുറിച്ചുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണും. കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ് CMA USA. CMA India, CMA തുടങ്ങിയ കോഴ്സുകളേക്കാൾ പ്രത്യേകമായ ചില അഡ്വാൻറ്റേജസ് CMA USA പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കൊമേഴ്സ് കരിയർ ചൂസ് ചെയ്യുന്ന മിക്ക വിദ്യാർത്ഥികളും ഇന്ന് CMA US ആണ് ചൂസ് ചെയ്യുന്നത്. വൈ സ്റ്റുഡൻസ് ആർ ചൂസിങ് CMA US? CMA US കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എത്രയാണ് സാലറി ലഭിക്കുന്നത്? വാട്ട് ആർ ദ ജോബ് റോൾസ് അവൈലബിൾ ഫോർ CMA US? നമുക്കൊന്ന് എത്തി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, CMA USA ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ആവറേജ് സാലറി എത്രയാണ്? +2 കൊമേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ജനറലി അദ്ദേഹം പെർസ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ BCom അല്ലെങ്കിൽ BBA ആയിരിക്കും. ഇത്തരത്തിൽ ഒരു ഡിഗ്രി, ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ആനുവൽ സാലറി എന്നുള്ളത് 2 to 3 lakhs per annum ആണ്. മന്ത്ലി ഒരു 20,000 ബിലോ സാലറി ആയിരിക്കും ഒരു ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ലഭിക്കാവുന്നത്. പക്ഷേ ഈ ഡിഗ്രിയോട് കൂടെ തന്നെ നിങ്ങൾ CMA US ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 2 lakhs എന്നുള്ളത് മാറി 4 to 6 lakh per annum എന്നതായിരിക്കും നിങ്ങളുടെ സാലറി. ഈവൻ ഈ CMA USോടൊപ്പം തന്നെ നിങ്ങൾ ഒരു 2 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 6 to 8 ഈവൻ 10 lakhs വരെ ആനുവലി സാലറി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലേണിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കരിയർ എക്സ്പെർട്ടൈസിംഗ് ഉണ്ടല്ലോ, ആ എക്സ്പെർട്ടൈസിങ്ങിനനുസരിച്ച് നിങ്ങളുടെ സാലറിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലും വലിയ രീതിയിലുള്ള ഹൈക്ക് ആൻഡ് ഗ്രോത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഈ ചെറിയൊരു സമയം കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആവറേജ് 1.5 lakhs ആണ്. ഈ ചെറിയൊരു കാലം കൊണ്ട് തന്നെ ഈ ചെറിയൊരു കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയും വലിയൊരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സാലറി ഇൻക്രിമെന്റ് മറ്റൊരു കോഴ്സിനും അവകാശപ്പെടാനാവുന്നതാണ്. വാട്ട് ഡസ് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്? നിങ്ങൾ CMA USA ക്വാളിഫൈ ചെയ്താൽ നിങ്ങളൊരു മാനേജ്മെന്റ് അക്കൗണ്ടന്റായി മാറും. എന്തായിരിക്കും ആസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നിങ്ങളുടെ ജോബ് റോൾസ്? ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷൻസുകളും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അത് റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ ഒരു സമ്മറൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആക്കി പ്രിപ്പയർ ചെയ്യുന്ന ഒരു റോളാണ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ചെയ്യേണ്ട ഒരു റോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായ കംപ്ലൈൻസ്, റൂൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഇതെല്ലാം അനുസരിച്ച് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് അതിനെ ഒരു സിസ്റ്റമാറ്റിക് ഡാറ്റ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അഥവാ ഒരു പോസ്റ്റ്മോർട്ടം തീരാണ് ആര് പ്രൊഫഷണൽ അക്കൗണ്ട് ചെയ്യുന്ന ജോബ് റോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോൾ എന്താണ്? അത് കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി പുതുതായിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എത്രയാണ് പ്രൈസിങ് ചെയ്യേണ്ടത്, അത് നിർമ്മിക്കാൻ ആവശ്യമുള്ള കോസ്റ്റ് എത്രയാണ്, നമുക്ക് എത്ര പ്രോഫിറ്റ് മാർജിൻ കൊടുക്കണം, സോ ടോട്ടലി ഇതിന് വരേണ്ട MRP എത്രയാണ് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കുന്ന, അത് പ്രൈസിങ് ചെയ്യുന്ന ഒരാളാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. കോസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, പ്രൈസിങ്, മാനേജ്മെന്റ് ഓഫ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ കീഴിലായിരിക്കും വരുന്നത്. സോ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മൊബൈൽ നിർമ്മിക്കുകയാണെങ്കിൽ ഈ മൊബൈൽ നിർമ്മിക്കാൻ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരും? സോ നിങ്ങൾ അതിൻ്റെ ലേബർ കോസ്റ്റ്, അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, അതിൻ്റെ മെഷീനറീസിൽ വരുന്ന കോസ്റ്റ്, അവിടുത്തെ റെന്റ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഒരുപാട് തരത്തിലുള്ള കോസ്റ്റുകൾ, ചിലവുകൾ വരും. സോ ആ ടോട്ടൽ ചിലവ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 10,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ചിലവ് വരും? സോ എത്ര കാലം കൊണ്ടാണ് ഇത് ഇത്ര ഐറ്റം, നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങിയ ആ ഒരു ആവറേജ് ബേസിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും അതിൻ്റെ കോസ്റ്റുകൾ എന്നിട്ട് നമ്മൾ തീരുമാനിക്കും, ഓക്കെ, എനിക്ക് ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇത്ര തരം മാർക്കറ്റിംഗ് കോസ്റ്റ് എനിക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എത്ര ലാഭം കണ്ടെത്തണം, ആ ലാഭത്തിനനുസരിച്ച് ഞാൻ എത്രയാണ് അതിൻ്റെ MRP കൊടുക്കേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ആ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട്, ഓക്കെ, ഈ ഒരു വരുന്ന 6 മാസത്തിൽ എൻ്റെ കമ്പനിക്ക് വരാവുന്ന ഇത്ര ചെലവുകളാണ്, ഈ ചെലവിനനുസരിച്ച് ഞാൻ ഫണ്ട് മാറ്റി വെക്കേണ്ടി വരും, ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഫണ്ട് എങ്ങനെ ഞാൻ അലോക്കേറ്റ് ചെയ്യണം? ഇതിനെ സെയിൽസിലൂടെ ലഭിക്കുമോ, ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണമോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമോ, സോ തുടങ്ങിയ വിവിധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ഫിനാൻഷ്യൽ ഡിസിഷൻസ്, മാർക്കറ്റിംഗ് ഡിസിഷൻസ് അടക്കം ആരായിരിക്കും ഇത്തരത്തിലൊരു മാനേജ്മെന്റ് അക്കൗണ്ടാണ്
തീരുമാനിക്കുന്നത്. CMA USA കോഴ്സിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ ഡിഗ്രി ആണ് പെർസ്യൂ ചെയ്യുന്നതെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, എനിക്ക് എന്തെല്ലാം തരത്തിലുള്ള കരിയർ ഗ്രോത്ത് വേണം, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇത്രയും ടൈം ആൻഡ് എഫേർട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കരിയർ ഉണ്ടാകാവുന്ന ഒരു ഗ്രോത്തും നിങ്ങളുടെ സാലറിയിൽ വരുന്ന ഒരു ഹൈക്കും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് ഓക്കെ ഈ ഒരു ജോബ് പ്രൊഫൈലിന് നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ CMA USA കരിയർ ചൂസ് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള കരിയേഴ്സിനെ കുറിച്ച് അറിയുവാൻ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.